ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ടൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ അരികൊന്നും കളയുന്നില്ല കേട്ടോ. കളയാതെ തന്നെ നമുക്ക് മിക്സിയിലേക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ വൈറ്റ് കളർ മാറി ഒരു ബ്രൗൺ കളറിലിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ എന്തായാലും അതിന് ബ്രൗൺ കളറേ വരത്തുള്ളൂ. അപ്പോൾ അതിൽ ആവശ്യത്തിന് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പും ബട്ടറും എല്ലാം ഉള്ളതാണ് ബ്രെഡിൽ. അപ്പോൾ നമുക്ക് പാൽ മാത്രം ഒഴിച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ എടുക്കരുത് കേട്ടോ. ചപ്പാത്തിയുടെ പരുവം എന്ന് പറയുമ്പോൾ ഇത്തിരി ഹാർഡായിട്ടിരിക്കും, കുറച്ച് സോഫ്റ്റായിട്ട് നമുക്കത് കുഴച്ചെടുക്കണം. പാലധികം കൂടി പോകാനും പാടില്ല. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. വലിപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ അധികം വലിപ്പത്തിൽ എടുക്കണില്ല, ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ബോൾസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. അധികം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി കേട്ടോ. അപ്പോൾ മൊരിയിച്ചെടുത്തിട്ട് നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് അതിലേക്ക് ഒരു ഏലക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് പഞ്ചസാര ലൈനി റെഡിയാക്കി നേരത്തെ വെച്ച് അത് ചൂടാറാൻ വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മളിപ്പോൾ ഗുലാബ് ജാമുൻ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴേക്കും നമുക്ക് ഇതുപോലൊരു ബോട്ടിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചേച്ചാൽ ഗുലാബ് ജാം എല്ലാം അതിലേക്ക് ഇട്ട് വെക്കണതാണ് ബ്രെഡിൻ്റെ റോൾസ്. പിന്നെ ആ പഞ്ചസാര ലൈനി ചൂടാറിയിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ, എന്നാൽ മാത്രമേ അത് മൊത്തം അത് വലിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. ഒരു ഏലക്ക ഇട്ടിട്ടുള്ളൂ, കാരണം ഇവിടെ ആയിരിക്കും അങ്ങനെ ഏലക്കയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചെറുക്കൻ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അവനിത് ആവശ്യം ഗുലാബ് ജാമല്ല കേട്ടോ, അവൻ ആവശ്യം ആ പഞ്ചസാര ലൈനിയാണ്. ആ ഷുഗർ സിറപ്പിന് വേണ്ടി അവനിവിടെ നിൽക്കണേണ്. പതുക്കെ തോണ്ടിയൊക്കെ നിൽക്കണേണ് അത് കിട്ടാൻ വേണ്ടി. പാത്രമൊക്കെ റെഡിയാക്കി ആൾ വന്ന് നിൽക്കണേണ്. പക്ഷേ ആ ജാം അങ്ങനെ ഇഷ്ടമല്ല, ഗുലാബ് ജാം ഇഷ്ടമല്ല. അപ്പോൾ ഇത്തിരി സിറപ്പ് അവന് ടേസ്റ്റിന് വേണ്ടി വെച്ച് കൊടുത്താൽ ആൾ പോകുമായിരിക്കും. നോക്കി നിൽക്കണേണ്. കുറച്ച് ടേസ്റ്റിന് വേണ്ടി കൊടുത്തു. പക്ഷേ ഗുലാബ് ജാം കൊടുത്തപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടു, അവനത് വേണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്